ഹലോ, എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. നെതർലൻഡ്സിലെ കിങ്സ് ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണാം നമുക്ക്. എല്ലാ വർഷവും ഏപ്രിൽ 27 ആണ് അവർ കിങ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, കിങ്ങിൻ്റെ ബർത്ത്ഡേ. അന്ന് നമുക്ക് പബ്ലിക് ഹോളിഡേ ആണ്, പക്ഷേ ഈ വർഷം അതൊരു ശനിയാഴ്ച ആയിപ്പോയി, നമ്മുടെ അവധിയും പോയി. അന്നത്തെ ദിവസം എല്ലാവരും ഇതുപോലെ ഓറഞ്ച് കളറിലൊക്കെയാണ് ഡ്രസ്സ് ചെയ്ത് കിങ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇറങ്ങാറുള്ളത്. അവരുടെ ഫ്ലാഗിൻ്റെ കളർ വേറെയാണെങ്കിലും ഓറഞ്ചാണ് അവരുടെ നാഷണൽ കളർ. പിന്നെ ഈ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് 2 ദിവസം മുൻപ് സ്കൂളുകളിൽ നിന്നുമാണ്. സ്കൂളുകൾക്ക് ആ സമയത്ത് ഈസ്റ്റർ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതിന് മുൻപ് തന്നെ ഇതുപോലെ അവർ കുട്ടികളോട് എല്ലാവരോടും ഓറഞ്ച് കളറൊക്കെ ഡ്രസ്സിട്ട് വരാൻ പറഞ്ഞ് അവരിതുപോലെ വെളിയിലൊക്കെ ഇറങ്ങി നിന്ന് സെലിബ്രേറ്റ് ചെയ്യും. എൻ്റെ 2 മക്കളും ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അവരുടെ സ്കൂളിലെ വീഡിയോ ആണത്. എല്ലാ സിറ്റികളിലും കിങ്സ് ഡേ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യുമെങ്കിലും ആംസ്റ്റർഡാമിലാണ് ഏറ്റവും കൂടുതൽ തിരക്കും ആക്ടിവിറ്റീസും ഇവൻറ്റ്സും ഒക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ കണ്ടു നോക്ക് എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു വൈബെന്ന് കേട്ടോ. അവിടുത്തെ കനാലുകളിലും എല്ലാം ഇതുപോലെ നിറച്ച് ബോട്ടും ആൾക്കാരും പാർട്ടിങ്ങും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ താമസിക്കുന്ന ലേലിസ്റ്റാഡ് എന്ന് പറയുന്ന കുഞ്ഞു സിറ്റിയിൽ കിങ്സ് ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് വീഡിയോകളാണ്. എല്ലാ സിറ്റികളും അവരവരുടേതായ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സമയത്തെ ഒരു വലിയൊരു ട്രഡീഷൻ എന്ന് പറയുന്നത് ഇതുപോലെ സാധനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ നമുക്ക് കൊണ്ടിങ്ങനെ വിൽക്കാൻ പറ്റും. എല്ലാ സിറ്റി സെൻറ്ററുകളിലും ആൾക്കാർ നേരത്തെ തന്നെ 2 ആഴ്ച മുൻപ് തന്നെ സ്ഥലമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ, അതായത് ഒരു റൗണ്ടും കൂടി പോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് ഇതുപോലെ കൊണ്ടുവന്ന് സെല്ല് ചെയ്യാം. കൂടുതലും കുട്ടികളൊക്കെ അവരുടെ ടോയ്സും ബുക്സും ഡ്രസ്സും ഒക്കെ വിൽക്കാനായിട്ടിടും കേട്ടോ. വളരെ ചെറിയ പൈസയ്ക്കായിരിക്കും അത് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടുമടുത്ത സാധനങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഇല്ലേ വീട്ടിലുള്ളത്, അത് അല്ലെങ്കിൽ പാത്രങ്ങൾ, നമ്മൾ ഉപയോഗിച്ച് മടുത്ത ബെഡ്ഷീറ്റ്സ് ഒക്കെ ഓക്കെ ആയിട്ടാണ് എൻ്റെ കണ്ടീഷൻ. പക്ഷേ സ്റ്റിൽ അത് ഒരു റൗണ്ട് വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ടിടും. നിങ്ങൾ നോക്കിക്കുക, ആംസ്റ്റർഡാമിൽ ഞാൻ കാണിച്ച ആ വൈബിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതുപോലൊരു കുഞ്ഞു സിറ്റിയിലുള്ളത്. ഇവിടെ അങ്ങനെ വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട്. ഇതിനടുത്ത് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളായിട്ടൊക്കെ ഹാൻഡ് മെയ്ഡായിട്ടൊക്കെ ചെയ്തത്, ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്, ഇതൊന്നും സെക്കൻഡ് ഹാൻഡ് അല്ല. അങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ടൊക്കെ ഉള്ള സാധനങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. പിന്നെ എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ ഭക്ഷണവും ഇതുപോലുള്ള ഇവൻറ്റ്സൊക്കെ നടക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ സ്റ്റോളുകളും ഉണ്ടാവും. കണ്ടോ കൊച്ചു പിള്ളേർ ഇരിക്കുന്നത് കണ്ടോ, അവരുടെ ടോയ്സൊക്കെ വിൽക്കാനായിട്ട്. അപ്പോൾ ഇത് കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് പുതിയ ടോയ്സ് വാങ്ങിക്കാമല്ലോ. അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് രാവിലെ മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ എൻ്റെ മക്കളും അവരും കൂടെ ഒക്കെ ചേർന്ന് ഇവരുടെ ആ ഒരു കിങ്സ് ഡേയുടെ ഒരു കുട്ടി റീല് ചെയ്തിരുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഞാനും അപ്പവും കൂടി വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ദൂരെയുള്ള എൻസ്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റിയിലേക്ക് പോയി. ഞങ്ങൾ അത്രയും ദൂരേക്ക് നമ്മൾ പോയതൊരു ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം ഒരു ട്രിപ്പ് പോകുമായിരുന്നു, ഒരു 1 വീക്ക് ഒരു വെക്കേഷന്. അപ്പോൾ അതിന് നമ്മളുടെ കാറിൻ്റെ മേളിൽ വെക്കുന്ന ലഗേജ് ബോക്സിൻ്റെ കുറച്ച് അക്സസറീസ് വാങ്ങിക്കണമായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു നല്ല പാർക്ക് കണ്ടു. വണ്ടി ഓടിക്കുന്ന വഴിക്ക് തന്നെ സൈഡിൽ കണ്ടതാട്ടോ. ചുമ്മാ അങ്ങോട്ടൊന്ന് കയറി കുറേ നേരം അതിലെ കൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലും ആ പാർക്കിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അതിലെ കൂടെ നടക്കാനായിട്ട്. കുറേ നേരം അവിടെ ഇരുന്നു, പിന്നെ കുറേ നടന്നു. അവിടെ കുറേ താറാവുകൾ ഇത് ഈ വെള്ളത്തിൽ നിന്ന് കയറി വന്ന് അവിടെ നിൽക്കുന്നതാണ്. അവർ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ, അതിനുവേണ്ടി വന്ന് നിൽക്കുകയാണ്. പിന്നെ വെയിൽ കായാനും ഒക്കെ ആയിട്ടായിരിക്കും. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഞാൻ നേരിട്ട് കണ്ടതിൻ്റെ ഒരു 10-1 ഭംഗി പോലും എനിക്ക് ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിൽ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായിട്ട്, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ.
അങ്ങനെ ഞാനും ആ വെള്ളത്തിൻ്റെ സൈഡിലോട്ട് നടന്നു. അവിടെ ഇരിക്കുന്നു ഇതാ 2 പേര്, നല്ല 2 കുഞ്ഞാമകൾ. അമ്മയും മോനുമാണോ ഭാര്യയും ഭർത്താവാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. വെയിൽ കായാൻ വേണ്ടി ഇരിക്കാൻ തോന്നുന്നു 2 പേരും. സാധാരണ ഫോട്ടോ ഒന്നും എടുക്കാൻ ഇഷ്ടമില്ലാത്ത അപ്പു പോലും എന്നോട് പറഞ്ഞു ഞാൻ ആമയെ നോക്കുന്ന 2 ഫോട്ടോ എടുക്കാൻ. അങ്ങനെ അതും എടുത്തു. അവിടുന്ന് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ഡിന്നർ കഴിക്കാൻ. റിസർവേഷൻ ഇല്ലാഞ്ഞുകൊണ്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുള്ളിൽ കണ്ടോ നിങ്ങൾ എല്ലാം ഓറഞ്ച് കളറിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ വെയിറ്റേഴ്സും എല്ലാം ഓറഞ്ച് ഡ്രസ്സിലായിരുന്നു. അപ്പു സ്പെയർ റിബും ഞാൻ ഒരു ചിക്കൻ ഒരു തായ് സ്റ്റൈലിൽ ഉണ്ടാക്കിയതുമാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതായിരിക്കുന്നു ഓറഞ്ച് തൊപ്പിയൊക്കെ വെച്ച് ഒരു ടെഡി ബെയർ. നിങ്ങൾ കണ്ടോ അത്? നെതർലൻഡ്സിൽ സാധാരണ ഡിന്നർ ടൈം എന്ന് പറയുന്നത് വളരെ നേരത്തെയാണ്. ഒരു 6:30-ക്കും 8 മണിക്കും ഇടയ്ക്ക് തന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് ഓൾമോസ്റ്റ് കാലിയായത്. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് 1.5 മണിക്കൂർ തിരിച്ച് ഡ്രൈവ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോയി.